ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് കേരളമൊട്ടാകെ ഒരുമിച്ച് ചിന്തിക്കുന്ന ഒരു വിഷയമാണ് ഹേമ കമ്മിറ്റി. പല പ്രമുഖരുടെയും യഥാർത്ഥ മുഖങ്ങൾ തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പലർക്കും അത് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം ഇവരാണോ ഇങ്ങനെ ചെയ്തത് എന്ന് നാം ചിന്തിച്ച് പകച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചു. ഒരു ദൈവദാസൻ വളരെ രസകരമായിട്ടൊരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ദൈവമേ, ഈ ഹേമ കമ്മിറ്റി പോലെ ഒരു കമ്മിറ്റി ദൈവവേലക്കാരുടെ ഇടയിൽ ഉണ്ടാകരുതേ എന്ന്. അങ്ങനെ വരാത്തതിന് ദൈവത്തിന് നന്ദി പറഞ്ഞു. അത് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. കാരണം അങ്ങനൊരു കമ്മിറ്റി ദൈവവേലക്കാരുടെ ഇടയിൽ, ദൈവ മനുഷ്യരുടെ ഇടയിൽ, ദൈവവിശ്വാസികളുടെ ഇടയിൽ വന്നു കഴിഞ്ഞാൽ പലരുടെയും യഥാർത്ഥ മുഖങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് അങ്ങനെ ഒരു കമ്മിറ്റി വരാത്തതിന് നന്ദി എന്ന് ആ ദൈവദാസൻ കുറിച്ചിരുന്നു. ഇന്ന് പലപ്പോഴും നാം മുഖംമൂടി ധരിച്ചാണ് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത്. പലരുടെയും യഥാർത്ഥ മുഖങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, എന്നെങ്കിലും ഒരിക്കൽ ആ മുഖം, യഥാർത്ഥ മുഖം തിരിച്ചറിയും. ഈ സമൂഹം തിരിച്ചറിയും. എത്ര വിശുദ്ധനായിട്ടും എത്ര പരിശുദ്ധനായിട്ടും എത്ര പ്രാർത്ഥനക്കാരനായിട്ടും നാം ജീവിച്ചാലും നമ്മുടെ യഥാർത്ഥ മുഖം ദൈവത്തിന് വ്യക്തമായിട്ട് അറിയാം. കാരണം മനുഷ്യർ നമ്മുടെ പെർഫോമൻസിനെ കണ്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ ദൈവം പെർഫോമൻസിനല്ല വില കൊടുക്കുന്നത്. ദൈവം ഹൃദയത്തെ അറിയുന്ന ദൈവമാണ്. ദൈവത്തിന് മുമ്പിൽ ഒന്നിനും മറയില്ല. നാം ചിന്തിക്കേണ്ട കാര്യമാണ്, നാം മുഖംമൂടി ധരിച്ചാണോ ദൈവസന്നിധിയിൽ കടന്നു വരുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിൽ ജീവിക്കുന്നത് എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യണം. ബൈബിളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം എന്ന് നമുക്ക് മുമ്പ് വരുമ്പോൾ തന്നെ നമ്മൾ ഒരാളെ നമ്മൾ മനസ്സിൽ കൊണ്ടുവരും. ആരാന്നറിയാമോ? മുടിയനായ പുത്രൻ, അല്ലെങ്കിൽ ഇളയ മകൻ എന്ന്. ആ മകൻ അപ്പന് വിരോധമായി കാര്യങ്ങൾ ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതിനെയാണ് പല സ്ഥലങ്ങളിൽ നമ്മൾ പലരുടെ അടുത്തും എക്സാമ്പിളായിട്ട് പറയുന്നത്. എന്നാൽ ആ മകൻ ഒരിക്കലും മുഖംമൂടി ധരിച്ചില്ല. അവൻ്റെ മനസ്സിൻ്റെ ഹൃദയത്തിൽ എന്താണോ തോന്നിയത് അത് ഓപ്പണായിട്ട് അപ്പനോട് പറഞ്ഞതായിട്ടാണ് കാണുന്നത്. എന്നാൽ അതിനേക്കാളും ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യം ആ ചാപ്റ്ററിൽ തന്നെ ഉണ്ട്. ആ അപ്പൻ്റെ കൂടെ ഇളയ മകൻ പോയിട്ടും ഒരു മൂത്ത മകൻ അപ്പൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെ ആ ഒരു അധ്യായത്തിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ 27-ാം വാക്യവും 28-ാം വാക്യം നമ്മൾ വായിക്കുവാണെങ്കിൽ ക്ലിയറായിട്ട് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവനവനോട്, നിൻ്റെ സഹോദരൻ വന്നു, നിൻ്റെ അപ്പൻ അവനെ സൗഖ്യത്തോടെ കിട്ടിയതുകൊണ്ട് തടിച്ച കാളകുട്ടിയെ അറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ കോപിച്ചു അകത്തു കടക്കുവാൻ മനസ്സില്ലാതെ നിന്നു. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ അവനോട്, എത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിൻ്റെ കൽപ്പനകൾ ഒരിക്കലും ലംഘിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ടതിന് നീ ഒരിക്കലും എനിക്ക് ഒരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. അപ്പോൾ നോക്കി, അപ്പൻ്റെ കൂടെ നിന്നവൻ, അപ്പം പറയുന്ന എല്ലാം അനുസരിച്ചവൻ. എന്നാൽ അവൻ്റെ മനസ്സിനകത്തുള്ള ആ ഒരു കാര്യമെന്ന് പറയുന്നത് എന്താ? സ്വന്തം സഹോദരനെ സ്നേഹിക്കാൻ പറ്റാതെ ആ കാര്യം കേട്ടപ്പോൾ തന്നെ കോപം കൊണ്ട് നിൽക്കുന്ന, വാശി കാണിക്കുന്ന, അപ്പൻ ഒന്ന് അപേക്ഷിച്ചിട്ടും ക്ഷമിക്കാത്ത ഒരു മൂത്ത സഹോദരനെ നമ്മൾ കാണുന്നത്. ഇന്ന് പലപ്പോഴും നാം ദൈവത്തിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ജീവിതമൊക്കെ മറ്റുള്ളവർ കണ്ടാൽ, അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന പെർഫോമൻസ് കണ്ടാൽ നാം ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്ന പറയുന്നത്. എന്നാൽ ഈ മകനെ പോലെയാണ്. ഇതൊക്കെ ഓക്കെയാണ്. പക്ഷേ എൻ്റെ ഹൃദയത്തിനകത്തുള്ള സ്വഭാവങ്ങൾ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. പലപ്പോഴും പല സാഹചര്യങ്ങളും ഈ സ്വഭാവങ്ങൾ ആരും അറിയാതെ പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നാമാണ് മുഖംമൂടി ഇട്ടിരിക്കുന്നവർ. ഈ മൂത്ത മകനാണ് മുഖംമൂടി ഇട്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ മുഖംമൂടി ഉണ്ടോ എന്നാണ് ഈ വചനം കേൾക്കുമ്പോൾ നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടത്. വൈരാഗ്യം, പിണക്കം, പക, മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, നമ്മളോട് എന്തെങ്കിലും ഒരാൾ ക്രൂരത കാണിച്ചാൽ ഒരിക്കലും അവരെ ക്ഷമിക്കത്തില്ല. പക്ഷെ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ ബൈബിൾ വായനയും ആ കാര്യങ്ങളൊക്കെ നല്ലപോലെ നടക്കും.
മറ്റുള്ള മുമ്പിൽ ഞാൻ ഒരു പെർഫെക്റ്റായ സ്പിരിച്വൽ മാനാണ്. എന്നാൽ ഹൃദയത്തിൻ്റെ അകത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒളിച്ചു വച്ചിട്ട് എത്ര പ്രാർത്ഥിച്ചാലും എത്ര ദൈവത്തിനോട് പറ്റിച്ചേർന്ന് നടന്നാലും ഒരു കാര്യമില്ല. കാരണം എൻ്റെ പെർഫോമൻസിനെ മനുഷ്യമാർക്കിട്ട് ഞാനൊരു സ്പിരിച്വൽ മാനായിട്ട് പറഞ്ഞാലും ദൈവം എൻ്റെ പെർഫോമൻസിനല്ല മാർക്കിടുന്നത്. ദൈവം മാർക്കിടുന്നത് എൻ്റെ ഹൃദയത്തെയാണ്. എൻ്റെ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ഹൃദയത്തെയാണ് കർത്താവ് കാണുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ അത് പറഞ്ഞു, ദൈവമോ നിങ്ങളുടെ ഹൃദയത്തെ അറിയുന്നു എന്ന്. ദൈവത്തിന് വേറെ ഒന്നുമില്ല. എൻ്റെ ഇൻറ്റൻഷൻ, എൻ്റെ ആഗ്രഹം എന്താ, ഞാൻ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്, ഇതാണ് കർത്താവ് വിലയിരുത്തുന്നത്. ഇസ്രായേലിൻ്റെ രാജാവിനെ അഭിഷേകം ചെയ്യാൻ ശമൂവേൽ വന്നപ്പോൾ യേശായുടെ എല്ലാ മക്കളെയും കണ്ട് ഇവരായിരിക്കും രാജാവ് എന്ന് കരുതി. കാരണം അവരുടെ ശരീരഭാഗം രാജാവിന് ഒത്തതായിരുന്നു. എന്നാൽ ദൈവം പറയുന്നു, നീ അവൻ്റെ ശരീരത്തെ അല്ല നീ കാണേണ്ടത്, ഇവിടെ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആട്ടിടയനായ ദാവീദിനെ ദൈവം ഇസ്രായേൽ രാജാവായിട്ട് തിരഞ്ഞെടുത്തു. കാരണം ഹൃദയത്തെ അറിയുന്ന ദൈവം. ദാവീദിൻ്റെ ഹൃദയം എപ്പോഴും പറ്റിച്ചേർന്ന് ദൈവത്തിനോട് ആയിരുന്നു. അത് കണ്ടു ദൈവം. ഇന്ന് നാം മുഖംമുടി ഇട്ടാണോ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്, സമൂഹത്തിൽ നിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഉറപ്പാണ് ഇന്ന് ഈ ഹേമ കമ്മിറ്റി വന്ന് പലരെയും പിടിക്കപ്പെടുന്ന പോലെ ഒരിക്കൽ നാം പിടിക്കപ്പെടും. അതിൻ്റെ മുമ്പ് നാം നമ്മുടെ മുഖംമുടി അഴിച്ചു മാറ്റി വെച്ചിട്ട് നമ്മുടെ റിയാലിറ്റിയെ മനസ്സിലാക്കുക. എൻ്റെ ആവശ്യമില്ലാത്ത സ്വഭാവങ്ങളെ കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുക. നാം ശ്രമിച്ചിട്ട് മാറുന്നില്ലേ, കുഴപ്പമില്ല. കർത്താവിൻ്റെ കയ്യിൽ പൂർണ്ണമായി കൊടുത്ത് ദൈവമേ ഈ സ്വഭാവത്തെ മാറ്റണമെന്നുള്ള ആഗ്രഹത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്തെ സ്വഭാവങ്ങളെ മാറ്റി നമുക്ക് യഥാർത്ഥമായി ക്രിസ്തുവിനെ ആരാധിക്കുവാൻ കഴിയും. ഒരു മുഖംമുടി ധരിക്കാത്ത റിയൽ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.